കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ലോകത്തെ എല്ലാ കായിക മത്സരങ്ങളും അറബ് രാജ്യങ്ങളിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കപ്പെട്ടേക്കാം എന്നാണ് കായിക ലോകം വിലയിരുത്തുന്നത്. എണ്ണയാൽ സമ്പന്നമായ രാജ്യങ്ങൾ കായിക മേഖലയിലേക്ക് അത്രയധികം പണം ചെലവഴിക്കുന്നു. ഖത്തറിലെ ലോകകപ്പിൻ്റെ വൻ വിജയത്തിന് ശേഷം അറബ് രാജ്യങ്ങൾ കായിക മേഖലയിലേക്ക് ശ്രദ്ധിച്ചു തുടങ്ങി. കഴിഞ്ഞ ട്രാൻസ്ഫർ വിപണിയിൽ സൗദി അറേബ്യ യൂറോപ്യൻ ഫുട്ബോളുമായി നേർക്കുനേർ മത്സരിച്ചു. ഏകദേശം 30-നടുത്ത് താരങ്ങൾ സൗദിയിലേക്ക് ഒഴുകിയെത്തി. ഇതോടെ ഫുട്ബോളിൻ്റെ പുതിയ ഈറ്റില്ലമായി സൗദി മാറുമെന്നും കണക്കുകൂട്ടലുകൾ ഉണ്ടായി. 2034 ലോകകപ്പിന് ഒറ്റയ്ക്ക് ആതിഥേയത്വം വഹിക്കണമെന്ന സൗദിയുടെ മോഹങ്ങൾ പൂവണിഞ്ഞു. പക്ഷേ അപ്രതീക്ഷിതമായി സൗദിക്ക് ചില തിരിച്ചടികൾ ഏൽക്കുകയാണ്. സൗദി പ്രോ ലീഗ് ക്ലബ്ബായ അൽ ഇത്തിഫാക്കിൽ നിന്നും ജോർദാൻ ഹെൻഡേഴ്സൺ പുറത്തു പോകുകയാണ്. നെതർലാൻഡ്സ് ക്ലബ്ബായ AFC അയാക്സിലേക്കാണ് ജോർദാന്റെ കൂടുമാറ്റം. 3 വർഷത്തെ കരാറിലാണ് താരത്തെ സൗദി ക്ലബ് സ്വന്തമാക്കിയത്. പക്ഷേ 6 മാസത്തിനുള്ളിൽ തന്നെ ആദ്യ താരം യു-ടേൺ അടിച്ചു. സൗദി ക്ലബിൽ ജോർദാൻ സന്തോഷവാനല്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം കരീം ബെൻസീമയടക്കമുള്ള താരങ്ങൾ സൗദി വിട്ടേക്കുമെന്നും സൂചനകളുണ്ട്. നിലവിലെ പ്രോ ലീഗ് ചാമ്പ്യന്മാരായ അൽ ഇത്തിഹാദിലാണ് ബെൻസീമ. എന്നാൽ ഇത്തവണ പോയിന്റ് ടേബിളിൽ 8ാം സ്ഥാനത്താണ് ഇത്തിഹാദ്. എൻകോളോ കാൻറ്റെ, ഫാബീഞ്ഞോ തുടങ്ങിയ വമ്പൻ താരങ്ങളുണ്ടായിട്ടാണ് ഇത്തിഹാദിന്റെ മോശം പ്രകടനം. യൂറോപ്പിനോട് നടത്തുന്ന മത്സരത്തിൽ സൗദിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? ഇതാണ് ഫുട്ബോൾ ലോകത്ത് ഇനിയുള്ള ചോദ്യം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചൈനയും ഇത്തരത്തിലൊരു ശ്രമം നടത്തിയിരുന്നു. ഓസ്കാർ, ഹൾക്ക്, പൗളീന്യോ, ജാക്സൺ മാർട്ടിനസ്, ആൻഡേഴ്സൺ ടലിസ്ക, അലക്സ് ടിഷീര, ഗ്രാസിയാനോ പെല്ലെ തുടങ്ങിയ താരങ്ങൾ ചൈനീസ് സൂപ്പർ ലീഗിലേക്ക് എത്തി. എന്നാൽ അധികം വൈകാതെ എല്ലാം തകിടം മറിഞ്ഞു. COVID-19 എന്ന മഹാമാരിയെ നേരിടാൻ ചൈന എന്ന രാജ്യത്തിനോ ചൈനീസ് ലീഗിലെ ടീമുകൾക്കോ സാധിച്ചില്ല. കടം കയറിയ ചില ക്ലബ്ബുകൾ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. മറ്റു ടീമുകൾ 2ാം ഡിവിഷൻ ലീഗിലേക്ക് തരം താഴ്ത്തപ്പെട്ടു. താരങ്ങൾ ഓരോരുത്തരായി ചൈന വിട്ടു. സമാന തന്ത്രമാണ് സൗദിയും പയറ്റുന്നത്. കരിയർ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയ താരങ്ങളെ ക്ലബ്ബുകളിൽ എത്തിച്ചു. ആദ്യം സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ യൂറോപ്പ് വിട്ടു. പിന്നാലെ സാദിയോ മാനെ, റോബർട്ടോ ഫെർമിനോ, അലക്സ് ടെല്ലസ്, നെയ്മർ ജൂനിയർ, ഐമറിക് ലപ്പോട്ട, അങ്ങനെ എത്രയെത്ര കളിക്കാർ സൗദിയിലേക്ക് എത്തി. പക്ഷേ ചൈനയ്ക്ക് നഷ്ടപ്പെട്ട ഫുട്ബോൾ വിപണിയിൽ സൗദി വിജയിക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്.